ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ഇട്ടിട്ട് അല്ലേ വീഡിയോസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് രണ്ട് രീതിയിലാണ്. ഓക്കെ, വീഡിയോ ഇസ് ഡിവൈഡഡ് ഇൻ ടു. ആദ്യം നമ്മുടെ സ്വന്തം കുട്ടിക്കാലത്തെ ഓർമ്മ, എല്ലാവർക്കും ഓർമ്മയുള്ള ഓട്ടടയാണ്. ഓട്ടട യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓട്ടടയുടെ റെസിപ്പി വരും. ഞാൻ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കണമെന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പ്ലസ് നൊസ്റ്റാൾജിക് സ്നാക്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, വിനീസ് കിച്ചണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ഓട്ടട. അപ്പോൾ എനിക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി എൻ്റെ ഒരു വേർഷൻ കാണിച്ചു തരാമെന്ന്. സോ ആദ്യത്തെ റെസിപ്പി ഓട്ടട. പിന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് വിനീസ് കിച്ചണിൽ എന്താണ് നടക്കുന്നത്, എന്തൊക്കെ ചെയ്തു വിൻചേച്ചി ഈ ഒരു ദിവസങ്ങളിൽ, എന്തൊക്കെയായിരുന്നു വിൻചേച്ചി ചെയ്യുന്നുണ്ടായിരുന്നത് എന്നുള്ളത് ചോദിക്കുന്ന ഒരുപാട് മെസ്സേജസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട്. സോ ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കാണാം ഓട്ടട, എന്നിട്ട് നമുക്ക് വിനീസ് കിച്ചണിൽ നടന്ന വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം. ഓക്കെ, ശരി. അപ്പോൾ വരൂ, നമുക്ക് ഉണ്ടാക്കാം ഓട്ടട. 2 കപ്പ് ഗോതമ്പ് മാവിനാണ് കേട്ടോ കാണിച്ചു തരുന്നത്. കൂടുതലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് മാവിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ തേങ്ങയുടെ ഉള്ളിൽ ജീരകം, ഓമം എന്നിവ ഉള്ളത് ഞാൻ ഇടാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോയ്സാണ് അതെന്താ വേണ്ടെന്ന് വെച്ചാൽ ഇടാറുള്ളത്. ഈ മാവിലും ചിലവർ ജീരകമൊക്കെ ഇടാറുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിലേക്ക് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അളവൊന്നും ഞാൻ പറയുന്നില്ല. ആകെപ്പാട് ഇതെന്തായിരിക്കണം എന്ന് വെച്ചാൽ കട്ടിക്കുള്ള മാവ് ആവാൻ പാടില്ല. നമുക്ക് പരത്താൻ കിട്ടണം, നമുക്ക് തേക്കാൻ കിട്ടണം, അത്ര മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് തേക്കാൻ, ഇലയിൽ തേക്കാൻ കിട്ടണം, അത്ര മാത്രം ആ അളവ് വരുമ്പോൾ നിർത്തിക്കോളൂ. എന്നിട്ടൊരു 3-4 മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കാം. ഓക്കെ, കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വലിച്ചാൽ കിട്ടും. ഓക്കെ, ഇനി നമ്മൾക്ക് തേങ്ങയാണ്, ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓർഗാനിക് ആയിട്ടുള്ള ശർക്കര പൊടിയാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അരിക്കാത്തത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത് കോൺഫിഡൻറ്റ് ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ആ പാനി എടുത്തോളൂ. ഇനിതാ നമ്മൾ തേങ്ങയും റെഡിയാക്കി വെച്ചു. 4-5 മണിക്കൂർ കുതിർന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വലിക്കാൻ നമുക്ക് ഈസി ആയിട്ട് പരത്താനും വലിക്കാനും വരും ഗോതമ്പ്. ഇനി ഇത് വെള്ളം തൊട്ട് ഇലയിൽ ഇങ്ങനെ അങ്ങോട്ട് പരത്തുക. വെള്ളം തൊട്ട് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടട നല്ല നൈസായിട്ട് പരത്താൻ കിട്ടും. കട്ടിയല്ലാതെ നല്ല നൈസായിട്ട് പരത്താൻ കിട്ടും. അതിനാണ് ഈ 3-4 മണിക്കൂർ വെക്കാൻ പറയണത്. അതിൻ്റെ ആ ഗ്ലൂറ്റൻ ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കും കുറച്ചും കൂടി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഭാഗത്തേക്കായിട്ടുള്ള രീതിയിൽ വെക്കണതിനെക്കാട്ടിലും മുഴുവനായിട്ട് ഇടാനാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇല മടക്കുക, അത്ര തന്നെ. ഇനി നമ്മൾ പാനിൽ വെളിച്ചെണ്ണയാണ് ചൂടാക്കണത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാക്കുക. പാന് നോൺ സ്റ്റിക്ക് പാൻ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് വേണ്ടത്. അതെൻ്റെ അടുത്ത് ഇല്ല. ഇനി ഇത് ഇല അതിലേക്ക് മടക്കിയിട്ട് അങ്ങോട്ട് വെക്കുക. മടക്കിയിട്ട് വെച്ചിട്ട് ചെയ്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തെളിച്ച് കൊടുക്കണം. വെള്ളം തെളിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക. ആ വെള്ളത്തിൻ്റെ സ്റ്റീം ഉണ്ടല്ലോ, അതിൽ നന്നായിട്ട് ഈ അടയൊന്ന് വേവണം. ബാക്കിയുള്ള അട പോലെയല്ല, നമുക്ക് കുറച്ച് വേവ് കൂടുതലാണ് ഗോതമ്പായതുകൊണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തേക്കും കൂടി ഒന്ന് തിരിച്ചിടുക. ഇതിൻ്റെ കണക്ക് ഇല നന്നായി കരിയണം. കരിയൽ മാത്രമല്ല, നന്നായിട്ട് വിട്ടുവരും. ഇതുപോലെ ഇങ്ങനെ തുറന്നു കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഇല വിട്ടുവരും. ഉള്ളിലൊക്കെ നന്നായി മൊരിഞ്ഞുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ ഓട്ടട കറക്റ്റായി എന്നർത്ഥം. ഇതുപോലെയാണ് ഞാൻ എല്ലാ ഓട്ടടയും ഉണ്ടാക്കിയിട്ട് എടുത്തത് കേട്ടോളൂ. ഓട്ടട എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടാവില്ലേ? എന്താ അത്, സ്കൂള് വിട്ട് വരുമ്പോൾ ഇങ്ങനെ ഓട്ടടയും ചായയും. മൊരിഞ്ഞ ഭാഗമുണ്ടല്ലോ, ലേശം കരിഞ്ഞ ഭാഗം, സൂപ്പർ. നൊസ്റ്റു ഡിഷ്. ഇന്നൊന്നും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം. വെയിറ്റ്. അരിയുണ്ട. ഇത് ഞാൻ ഓൾറെഡി റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. all memories together.
2, 3 പിന്നെ ആയിട്ട് എന്താ പറയുക, എനിക്ക് തോന്നുന്നു അമ്മ അധികം ഇതുണ്ടാക്കില്ല, വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. ഞാൻ കൂടുതൽ കഴിച്ചിരിക്കുന്നത് കണ്ണേട്ടൻ്റെ വീട്ടിലാണ്. കണ്ണേട്ടൻ്റെ വീട്ടിൽ ഇത് എപ്പോഴും ഉണ്ടാക്കും. അമ്മ പിന്നെ ഇങ്ങനെ ഇലയൊന്നും എടുക്കാനൊന്നും മെനക്കില്ല. അമ്മ കല്ലിൽ തന്നെ ഇങ്ങനെ പരത്തനാണ്. അത് പക്ഷെ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇലയില്ല. അമ്മ ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കണം. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇതോട് കൂടിയിട്ട് എൻ്റെ ഡിന്നർ കഴിഞ്ഞു. ഇനി നമുക്ക് കാണാം വിനീസ് കിച്ചണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിശേഷങ്ങൾ. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 4 വെറൈറ്റി സേവ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഈ സേവ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ സേവ ഉണ്ടാക്കില്ലേ സാധാരണ പോലെ, എന്താണ് പറയുക, മറ്റേ മാവ് അരച്ച് ഇടിയപ്പം പിഴിഞ്ഞ് എന്നുള്ള രീതിയിൽ അതിനെ പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് സേവ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇതിനെ സന്തകൈ എന്നും പറയും. ലെമൺ സേവ, കോക്കനട്ട് സേവ, പെപ്പർ സേവ അങ്ങനെയുള്ളതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ്. അതായത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മീൽസ് പോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതായത് മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ് മീൽസ് അവൈലബിൾ ആയിരിക്കുന്നത്. ഓരോ ആർഭാടും ഇല്ല. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലിൽ ഉള്ള മീൽസ്. ഇത് മൺഡേ ഉള്ള മീൽസ് ആയിരുന്നു. അതായത് പായസത്തോട് കൂടിയിട്ട് അവിയൽ, സാമ്പാർ, എന്താണ് ചോറ്, മെഴുക്കുവരട്ടി, തോരൻ എന്നുള്ള രീതിയിൽ മീൻ വറുത്തതും അതും കൂടിയിട്ട് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയുള്ള മീൽസാണ് നമുക്ക് ഹോംലി മീൽസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാൻ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് വിനീസ് കിച്ചണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിങ്കളാഴ്ചത്തെ മെനു ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ബുധനാഴ്ചത്തെ മെനു എന്തായിരുന്നു നോക്കണമെങ്കിൽ ക്യാബേജ് ഉപ്പേരി, അതേമാതിരി തന്നെ പയർ തോരൻ, പുളിശ്ശേരി, പയർ മെഴുക്ക് വരട്ടിയാണ് കേട്ടോളൂ, പുളിശ്ശേരി. പിന്നെ ഉണ്ടായിരുന്നത് അതേമാതിരി തന്നെ നമ്മുടെ എന്താണ് പറയുക, കുമ്പളങ്ങിയും പരിപ്പും അതായിരുന്നു. അതായത് നമ്മൾ ഒരു സാധാരണ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാവുക, എന്താണ് കൂട്ടാനും ചോറും ഒക്കെ ഉണ്ടാവില്ലേ, അതാണ് എനിക്ക് കൊടുക്കണം എല്ലാവർക്കും എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. സോ ഞാൻ അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രം. ഇത് പൊതി ബിരിയാണിയാണ്. ഇതും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓരോന്നായിട്ട് വിനീസ് കിച്ചണിൽ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മെനുവിൽ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഞാനത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് പലവർക്കും അത് എന്താണെന്ന് ചിലവർക്ക് മനസ്സിലാവാതെ തന്നെ ഓർഡർ ചെയ്യാതെ ഇരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, ഞാൻ എങ്ങനെ ഉണ്ടാക്കിയേ എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ പൊതി ബിരിയാണിയുടെ പ്രോസസ്സ് ചെയ്യാറുള്ളത്. ബിരിയാണി ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇലയിലേക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരുന്നു കേട്ടോ. എന്താ കാരണം എന്നറിയോ, ഈ ബിരിയാണി അങ്ങോട്ട് ഇലയിൽ ആവുമല്ലേ, അതിൻ്റെ കൂടെ നമ്മൾ പൊതിച്ചോറ് പോലെ തന്നെ നമ്മൾ ബിരിയാണിയുടെ കൂടെ തന്നെ നമ്മൾ വെക്കുന്ന അക്കംപനിമെൻസും കൂടി വരുന്ന സമയത്ത് ശരിക്കും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ബിരിയാണി നല്ലോണം വെച്ചിട്ട് ഇതിലേക്ക് വിനീഗറിലുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉള്ളത്, പിന്നെ ചമ്മന്തി, മറ്റേ ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന ചമ്മന്തി, പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട, കുറച്ച് ചില്ലി ചിക്കൻ, പിന്നെ നമ്മുടെ തൈരിൽ ഉള്ളി ഇട്ടത്, ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് കവർ ചെയ്യുക, ഇല അങ്ങോട്ട് അടയ്ക്കുക. എന്നിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ കവർ ചെയ്തിട്ട് ഇങ്ങനെയായിരുന്നു ഞാൻ ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി. പിന്നെ എല്ലാവരും എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് വിനീയുടെ ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. നോക്കൂന്നേ, ക്വാണ്ടിറ്റി എന്ന് പറയണത് നമ്മൾ ഈ അറ്റംപറ്റി പോലെ കൊടുക്കാൻ എനിക്കറിയില്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ മനസ്സ് തൃപ്തിയായിട്ടുള്ള രീതിയിൽ ആൾക്കാർ കഴിക്കണം, കണ്ണ് നിറയെ കണ്ടിട്ട് തന്നെ കഴിക്കണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാണ്ട് എന്താ പറയുക, നമ്മളിങ്ങനെ അറ്റം പറ്റിയ പോലെ എത്തി നോക്കണ പോലെ ഒന്നുള്ള ലെവലിലേക്ക് കൊടുക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ച് 1.5 ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും കിട്ടുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വേറൊരു സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ ഞാൻ പ്രൈവറ്റ് ഡൈനിങ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് പ്രൈവറ്റ് ഡൈനിങ് ബുക്കിങ്സ് ഉണ്ടായിരുന്നു. ആ ബുക്കിങ്സിൽ
ഒരുപാട് ഫോറിനേഴ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വീട്ടിലേക്ക് ഡൈൻ ചെയ്യാനാണ് വരുന്നത്. ഇതിൻ്റെ മെനു ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വെരി വെരി ഡിഫറെൻറ്റ് മെനു ആണ്. ഇത് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, വന്ന് ബുക്ക് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെനു ആണ് ഞാനിതിൽ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ വെർ വെരി വെരി ഇംപ്രസ്ഡ്. എന്താണ് പറയുക, ആ ഒരു നമ്മുടെ ആ ഒരു കൾച്ചറും നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സും എല്ലാം കൂടിയിട്ട് എൻ്റെ പ്രൈവറ്റ് കിച്ചണിൻ്റെ പ്രൈവറ്റ് ഡൈനിങ്ങിൻ്റെ പേര് ഫ്ലേവേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ്. ഞാൻ എങ്ങനെയാണ് അവർക്ക് ഓരോ ഡിഷും കഴിക്കേണ്ടത് എന്നുള്ളത് പോലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ബിക്കോസ് അവർക്ക് അത് വളരെ ന്യൂ ആണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡാണ് പ്രൈവറ്റ് ഡൈനിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഷെഫിൻ്റെ വീട്ടിലേക്ക് ഷെഫിനെ ബുക്ക് ചെയ്തിട്ട് നിങ്ങളൊരു ഷെഫിൻ്റെ വീട്ടിലേക്ക് അവരുടെ ഉണ്ടാക്കിയിട്ടുള്ള പെർട്ടിക്കുലർ മെനു കഴിക്കാൻ നിങ്ങളുടെ ആൾക്കാരെയും കൊണ്ട് വരുന്ന ആ ഒരു കോൺസെപ്റ്റാണ് പ്രൈവറ്റ് ഡൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് മനസ്സിലാവാത്തൊരു കോൺസെപ്റ്റാണ്, എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ആവാനും ഇങ്ങനെ ഒരു പ്രൈവറ്റ് ഡൈനിങ് ഒക്കെ നമുക്ക് ചെയ്യാനും നമുക്ക് ഒരു എന്താ പറയുക, അതിനായിട്ടുള്ള ടെസ്റ്റുകൾ, അതിനെ പാസ്സാവൽ, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണം. അതല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വരൂ എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയാനൊന്നും നടക്കില്ല. സോ ഇതൊക്കെയാണ് നടന്നിരുന്നത് വിനീസ് കിച്ചണിൽ.